വല്ലപ്പുഴയിലെ സ്വർണ്ണ വ്യാപാരിയെ സിനിമാ സ്റ്റൈലിൽ ആക്രമിച്ച് പണം കവർന്ന 2 പ്രതികൾ കൂടി പിടിയിൽ. തമിഴ്നാട്ടിലെ കൊട്ടേഷൻ ഗുണ്ടാ സംഘമാണ് പിടിയിലായത്. കേസിലെ പ്രധാന പ്രതികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ഈ വർഷം ജനുവരി 31-നാണ് വല്ലപ്പുഴയിലെ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർന്നത്. പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയുടെ കാർ തടഞ്ഞ് പണവും കാറും കവർന്ന കേസിലാണ് പ്രധാന പ്രതികളായ 2 പേരെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ കൊട്ടേഷൻ ഗുണ്ടാ സംഘാംഗങ്ങളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ 23 വയസ്സുള്ള ദിനേശ് കുമാർ, 25-കാരൻ അജിത് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്ന് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. ഇരുവർക്കുമെതിരെ തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പട്ടാമ്പി പോലീസ് വ്യക്തമാക്കി. 2024 ജനുവരി 31-നാണ് കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയായ സ്വർണ്ണ വ്യാപാരി വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ആക്രമണത്തിനിരയായത്. ഇന്നോവ കാറിലും ഒരു സിയാസ് കാറിലുമായി വന്ന സംഘം വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപയും വാഗണർ കാറും തട്ടിയെടുത്തെന്നാണ് കേസ്. കാർ പിന്നീട് ഓങ്ങലൂർ പോക്കുപടിയിൽ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു. CCTV ക്യാമറകൾ പരിശോധിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പട്ടാമ്പി ഇൻസ്പെക്ടർ PK പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ K മണികണ്ഠൻ, മധുസൂദനൻ, SCPO സന്ദീപ്, CPOമാരായ മിജേഷ്, ദിനേശ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ, തൃത്താല.